ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതെന്ന് CITUവും അഖിലേന്ത്യാ കിസാൻ സഭയും. ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ ബഹുജന തൊഴിലാളി സംഘടനകൾ ഭാഗമാകും. അതേസമയം ലേബർ കോഡ് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള കർണാടക സർക്കാരിന്റെ വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെക്ക് കത്തയച്ചെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നും CITU ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നുവരുന്നത്. കരാറിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താൻ കേന്ദ്രം തയ്യാറാകാത്തത് സംശയാസ്പദമാണ്. തീരുവയില്ലാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യൻ കർഷകരെ സാരമായി ബാധിക്കുമെന്നും കരാർ രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിയറവ് വെക്കുന്നതാണെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു. We have for the first time probably in the entire world that on the social media two countries are informing the people of their lands that they have reached to a trade deal. Brooke Rollins, US Secretary of Agriculture, he has made a statement which is to be noted. The US will export more American farm products to India's massive market, lifting prices and pumping cash into rural America. So it is going to pump cash into rural America at whose expense? At the expense of the farmers and agriculture workers of our country. ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള കർണാടക സർക്കാരിന്റെ നടപടി ദൗർഭാഗ്യകരമാണെന്നും വിജ്ഞാപനം പിൻവലിക്കണമെന്നും എളമരം കരീം ആവശ്യപ്പെട്ടു. CITU സെക്രട്ടറി എന്ന നിലയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ഞാനൊരു കത്തയച്ചു. കർണാടക ഗവൺമെന്റിനെ ഈ നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. ഒരു പോസിറ്റീവായ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ ഇന്നേ വരെ കാണാത്ത പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 1000-ഓളം കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ, കർഷകർ എന്നിവർ പണിമുടക്കിന്റെ ഭാഗമാകും. ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നതിനാൽ കേരളത്തിൽ ഗതാഗത ഉപരോധം ഉണ്ടാകില്ല. കൈരളി ന്യൂസ്, ദില്ലി.